Hi everyone, welcome to SVK English classes. My name is Sunny Varkike. ഇന്ന് രണ്ട് വേർഡ്സാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അല്പം കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. COMMENT കമൻറ്റ്, മറ്റു വേർഡ് COMMENT. ഒരെണ്ണം ഡിയിൽ അവസാനിക്കും, ഒരെണ്ണം ടിയിൽ അവസാനിക്കും. COMMENT കമൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർമലായിട്ട് പ്രൈസ് ചെയ്യുക, ഓണർ ചെയ്യുക ഒഫീഷ്യലി, അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുക, കൺഗ്രാജുലേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. വി ഷുഡ് കമൻറ്റ് ഹെർ ഫോർ ഹെർ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കമ്പാഷൻ ടുവേഴ്സ് ദ അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് ഡൗൺ ട്രോഡൻ. വളരെ നിർധനരായിട്ടുള്ള ആൾക്കാരോടുള്ള കമ്മിറ്റ്മെൻറ്റും അവരുള്ള കമ്പാഷനും അവൾ കാണിക്കുന്ന ആ കാര്യത്തിൽ നമ്മൾ കമൻറ്റ് ചെയ്യണം, ശ്ലാഘിക്കണം, ഫോർമലി അല്ലെങ്കിൽ ഒഫീഷ്യലി ഓണർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. സെക്യൂറിങ് ദ ഫസ്റ്റ് റാങ്ക് ഈസ് എ കമൻഡബിൾ അച്ചീവ്മെൻറ്റ് ഇൻ ഹിസ് ആക്കഡമിക് പെർസ്യൂട്ട്സ്. അപ്പോൾ അതിൻ്റെ അജക്റ്റീവായിട്ടാണ് കമൻഡബിൾ അച്ചീവ്മെൻറ്റ്. ഇനി ഒരു എക്സാമ്പിൾ കൂടി പറയാം. ദ ഫിഷർമാൻ ഫ്രം തിരുവനന്തപുരം റിസീവ്ഡ് ലെറ്റേഴ്സ് ഓഫ് കമൻഡേഷൻ ഫ്രം ദ അതോറിറ്റീസ് for their brave and selfless services rendered during the floods in Kerala. വലിയൊരു ഫ്ലഡ്സ് ഉണ്ടായി. ആ ഫ്ലഡ് സീസണിൽ ഫിഷർമാൻ അവരുടെ ബോട്ടൊക്കെ ആയിട്ട് വന്ന് വലിയ സർവീസ് ചെയ്തു. അത് കമൻറ്റബിൾ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അവരുടെ സൈഡിൽ നിന്ന്. അതുകൊണ്ട് അവരുടെ കമൻറ്റേഷൻ അർഹിക്കുന്നു. അതിന് ഗവൺമെൻറ് ലെവലിൽ അവർക്ക് ലെറ്റേഴ്സ് ഓഫ് കമൻറ്റേഷൻ കിട്ടി എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത വേർഡ് തന്നെ കമൻറ്റ്, COMMENT. കമൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്സർവേഷൻ, ഒരു ക്രിറ്റിസിസം, ഒപ്പീനിയൻ, റിമാർക്ക് എന്നൊക്കെ അർത്ഥമുണ്ട് കമൻറ്റ്. ദ ഓഡിറ്റർ സൈൻഡ് ഹിസ് റിപ്പോർട്ട് വിത്ത് സം കൊമൻറ്റ്സ് ഓൺ ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ കമ്പനി. ഓഡിറ്റേഴ്സ് കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ചില കോമൻറ്റ്സ് കാണിച്ചു, അത് ഇന്നത് പോരാ, ഇന്നത് വേണം എന്നൊക്കെ കാണിച്ചിട്ടുള്ളത്. The inspectors commented on the quality of the food served in primary schools at the cost of the public exchequer. It is natural. ഏത് വിധത്തിലുള്ള കറപ്ഷൻ ഉണ്ടായിന്ന് വരാം. അത് അന്വേഷിക്കാനായിട്ട് ഇൻസ്പെക്ടേഴ്സ് അതിനെപ്പറ്റി എങ്ങനെയാണ് അവിടെ ഫുഡ് വിതരണം ചെയ്യുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ ആ ക്വാളിറ്റി ഓഫ് ഫുഡ് എങ്ങനെയുണ്ട് അതിനെപ്പറ്റി അവർ കമൻറ്റ് ചെയ്യണം. അത് ഒഫീഷ്യൽ ഡ്യൂട്ടിയാണ്. The DO commented that the teachers should devote a little more time for self-study in order to make teaching more effective. ഇപ്പോൾ ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ശ്രമിക്കുക. മേക്ക് യുവർ ഓൺ സെൻറ്റൻസസ്, ട്രൈ ടു മേക്ക് സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. അപ്പോൾ നിങ്ങൾക്കത് കുറച്ച് ക്ലാരിഫൈഡ് ആയിട്ട് തരും. താങ്ക് യു ഫോർ വാച്ചിങ്.